ശ്രദ്ധിക്കട്ടോ. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് സ്ലൈസർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിവിടെ നെയിം ബേസിക് സാലറി ടി എ ഒരു എക്സാമ്പിൾ നമ്മൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ടി എ, ഡി എ, എച്ച് ആർ എ, പി എഫ്, നെറ്റ് സാലറി. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻസ് ആണ് അല്ലേ? നെയിം, ബേസിക് സാലറി, ടി എ, ഡി എ, എച്ച് ആർ എ, പി എഫ്, നെറ്റ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേര് കൊടുക്കുന്നു. പാനു, മനു, കിരൺ, ലിജി, കീർത്തി, മോഹൻ, വിബി, സീനത്ത്, കൃപ, ബിബിത, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ശമ്പളം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ ശമ്പളം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ടി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ടി എ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു, അത് കമ്പനി പറയും കേട്ടോ, നമ്മളോട് 6% ടി എ, ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു 7% ഡി എ, ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു 8% എച്ച് ആർ എ, ഈക്വൽ ടു ബേസിക് സാലറി ഇൻറ്റു ഒരു 9%. അത് നമുക്ക് കമ്പനി പറയുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നെറ്റ് സാലറി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ടി എ പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ മൈനസ് പി എഫ്. ക്ലിയർ ആണല്ലോ? പി എഫ് മാത്രം മൈനസ് ചെയ്യാട്ടോ. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ കൂടി കൂട്ടിയിട്ട് പി എഫ് മാത്രം മൈനസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്ത് ചെയ്യണം? നമ്മളിതൊക്കെ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തു. ഓക്കെ. ഇത് ശ്രദ്ധിക്കണം. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാ സെല്ലും കൂടി സെലക്ഷൻ ചെയ്യാം. ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, കണ്ടല്ലോ? അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ പറയാം. ഓട്ടോമാറ്റിക്കായിട്ട് പിവോട്ട് ടേബിൾ ആക്റ്റീവായി വന്നു. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ടേബിൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്, കണ്ടല്ലോ? ഓരോ ടേബിൾ അവിടെ ഇൻസേർട്ട് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി അതിൽ നമ്മളൊരു സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. പിവോട്ട് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ? ഈ സ്ലൈസർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈസർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നമുക്ക് എന്തൊക്കെയാണോ സ്ലൈസർ വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ എന്നുള്ള കമാൻഡ് കൊടുക്കുക. നോക്കൂ, നമ്മുടെ സ്ലൈസർ വന്നത് കണ്ടോ നിങ്ങൾ? വന്നത് കണ്ടോ? ഓരോ മോഡൽ സ്ലൈസർ വന്നത് കണ്ടോ? ഇതിപ്പോൾ നമുക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിലേ, സ്ലൈസറിൻ്റെ കോളങ്ങളൊക്കെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ചെറുതാക്കാം. ഒപ്പം തന്നെ ഇവിടെ മേലെ കാണാം കോളത്തിൻ്റെ നമ്പർ. ഇപ്പോൾ ഒരു 5 കോളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 5 കോളം ബേസ് ചെയ്തിട്ട് നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 5 കോളത്തിലേക്ക് കൺവേർട്ടായി വന്നത് കണ്ടോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കോളൻ നമ്പർ പിവോട്ട് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ, സ്ലൈസർ ടൂളിൻ്റെ ഉള്ളിൽ കോളൻ നമ്പർ കാണാം. ഇത് ഞാനിപ്പോൾ ഒരു 5 കോളാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. ഇതിന് ഞാൻ നേരെ ഡയറക്ഷൻസ് ചെരിച്ചു കൊടുത്തു, കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് അടുത്ത സ്ലൈസർ ക്രിയേറ്റ് ചെയ്തു. ഈ കോർണർ പിടിച്ചിങ്ങനെ വലുതാക്കി കോളത്തിൻ്റെ നമ്പർ, സ്ലൈസറിൻ്റെ കോളത്തിൻ്റെ നമ്പർ എന്ത് ചെയ്യുക? സ്ലൈസറിൻ്റെ കോളത്തിൻ്റെ നമ്പർ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. മേലെ കാണാം എത്ര കോളാക്കണം എന്നുണ്ടെങ്കിൽ അത്ര കോളാക്കി കൊടുക്കുക. അത് നമുക്കൊരു ഓർഡറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂന്നെണ്ണമായി. ഇനി ഈ എച്ച് ആർ ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്തു. സ്ലൈസർ ടൂളിൻ്റെ ഉള്ളിൽ സ്ലൈസറിൻ്റെ കോളം നമ്പർ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 5 എണ്ണാക്കി മാറ്റിയിട്ട് ഞാൻ എൻ്റർ അടിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ.
അപ്പോൾ ആ കോളം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ ഇത്. ഇനി ബേസിക് സാലറി സ്ലൈസർ, അടുത്ത സ്ലൈസർ ഞാൻ സെറ്റ് ചെയ്യാണ്. കോളം നമ്പർ 5 ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇങ്ങനെ നമുക്ക് സ്ലൈസറുകളെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഫിൽറ്റർ ചെയ്യിക്കാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക. നമ്മുടെ സ്ലൈസർ ടൂളിൻ്റെ ഉള്ളിൽ കോളം 5 കോളങ്ങളാക്കി ഞാൻ കൺവേർട്ട് ചെയ്തു. ഇതിനെ ഞാൻ ചെറുതാക്കി കോളം ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഓക്കെ. ഞാൻ പറയാം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സ്ലൈസ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശ്രദ്ധിക്കാം. മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ കോളം, സ്ലൈസറിൻ്റെ കോളം ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ കാണാം കോളം എത്ര എണ്ണം വേണമെന്നുള്ളത്. അപ്പോൾ 5 എണ്ണമൊക്കെ ആണെങ്കിൽ 5 എണ്ണമൊക്കെ ആക്കി കൊടുത്ത് നമ്മൾ കോളം വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. ഇനി നമ്മുടെ റിപ്പോർട്ടിൽ നോക്കി നോക്കൂ. എനിക്ക് അനുവിൻ്റെ മാത്രം മതി എന്നുണ്ടെങ്കിൽ കണ്ടോ, അനു ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഡീആക്റ്റീവ് ആയത് കണ്ടോ നിങ്ങൾ? അനുവിൻ്റെ റിസൾട്ട് മാത്രം വന്നത് കണ്ടോ? ക്ലിയർ ആണല്ലോ? അനുവിൻ്റെ ഭാഗം മാത്രം വന്നത് കണ്ടോ? അനുവിൻ്റെ PF, അനുവിൻ്റെ നെറ്റ് സാലറി മാത്രമാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതിൽ തന്നെ ഈ കാണുന്ന ഫിൽറ്ററിൻ്റെ അവിടെ നോക്കി ക്ലിയർ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് കണ്ടോ? ക്ലിയർ. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നോർമലായിട്ട് അവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അനുവിൻ്റെയും കാണണം, മനുവിൻ്റെയും കാണണം. അനുവിൻ്റെ കാണണം, കൺട്രോൾ അമർത്തി പിടിച്ച് മനുവിൻ്റെ കാണണം, മോഹൻ്റെ കാണണം, കിരണിൻ്റെ കാണണം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നോക്കി നോക്കൂ, അനുവിൻ്റെയും കിരണിൻ്റെയും മനുവിൻ്റെയും മോഹൻ്റെയും പ്രിന്റ് ചെയ്യുന്നത് കണ്ടാ? അതിൽ തന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ പറയുകയാണ് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ആ ഭാഗം കംപ്ലീറ്റ് ഇവിടെ ക്ലിയർ ചെയ്ത് മാറും. ഒക്കെ നോർമൽ സ്റ്റേജിലായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കുക, പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൻ്റെ ഉള്ളിൽ ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിക്കുക. സെറ്റ് ചെയ്യാട്ടാ, പറയാം. നമ്മൾ ഏത് ഭാഗത്തിനെയാണോ പിവറ്റ് ടേബിളിൻ്റെ ഈ സ്ലൈസ് ടൂളിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കണ്ടല്ലോ? പിവറ്റ് ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കണ്ടില്ലേ? അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അതിൽ ഏത് മോഡൽ ചാർട്ടാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ കാണിക്കാം. എന്നാ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, 2 ആൾ യൂണിവേഴ്സിറ്റി എക്സാം കാരണം ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയക്കാം കേട്ടോ, ലിങ്ക് അയക്കാം, ക്ലാസ്സിൻ്റെ ലിങ്ക് അയക്കാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പിവറ്റ് ടേബിളിൻ്റെ ഉള്ളിൽ ചാർട്ട് സെറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ്, സ്ലൈസർ സെറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആൽബിക്കും അതേപോലെ തരുണിനൊക്കെ എന്തോ എക്സാമാണ് എന്തോ പറഞ്ഞിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാമാണ് നാളെ, അപ്പോൾ അതുകൊണ്ട് ലീവ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് കേട്ടോ, തരുൺ വിളിക്കുന്നുണ്ട്. തരുണേ, ഒന്ന് മീറ്റിങ്ങിൽ പെട്ടാ? കുഴപ്പമില്ല. ഞങ്ങൾ അനന്തുവിന് കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അന്ന കയറിയിട്ടുണ്ട്. ആൽബിക്ക് മറ്റേ യൂണിവേഴ്സിറ്റി എക്സാമാന്നൊക്കെ പറഞ്ഞിരുന്നേ.
കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചാണ് എടുക്കുള്ളൂ. എന്തായാലും നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഒന്നുകൂടി അടുത്തൊരു ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ശരി ശരി, ഓക്കെ. അന്ന ശ്രദ്ധിക്കൂ, ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ കേസുകൾ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ എക്സലിലെ സ്ലൈസർ സെറ്റ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ അധികം കൂടുതൽ എടുക്കില്ല, എന്നാലും കുറച്ചെടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയകൾ കംപ്ലീറ്റ് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അവരും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ 1-2 ക്ലാസ്സും കൂടി നമുക്ക് വേണ്ടോ. ഇനി ഞാനൊരു ലിങ്ക് അയച്ചു തരാം, ഒരു ഇത് അയച്ചു തരാമെന്ന്. അതിലേതെങ്കിലും ടോപ്പിക്ക് എടുക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. നമ്മളൊരു ബേസിക് സാലറിയുടെ അനന്തു ഞാൻ ഒന്നുകൂടെ പറയുന്നുണ്ട്. ബേസിക് സാലറിയുടെ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ ചെയ്തുള്ളതാണ് ആണല്ലോ. നെയിം, ബേസിക് സാലറി, ടി എത്ര ശതമാനം, ഡി എത്ര ശതമാനം, HR എത്ര ശതമാനം, PF എത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ. അറിയണതല്ലേ? ഇതറിയണതല്ലേ അന്ന? ഈ ബേസിക് സാലറി ഇത്ര. ക്ലിയർ ആണല്ലോ അന്ന? അന്ന ഹലോ, കേൾക്കാല്ലേ? ഹലോ 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 അനന്തു, കേൾക്കാനില്ലേ? ഹലോ അന്ന, ഹലോ ഹലോ അന്ന, ക്ലിയർ ആണോ? ഹലോ ഹലോ, ഓക്കെ ഓക്കെ, ശരി ശരി, ശ്രദ്ധിക്കട്ടാ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബേസിക് സാലറിയുടെ ഒരു ലിസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. നെയിം, ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ TA എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ 7500 × 6%, DA എന്ന് പറയണത് ബേസിക് സാലറി × 7%, HR എന്ന് പറയണത് ബേസിക് സാലറി × 8%, PF എന്ന് പറയണത് ബേസിക് സാലറി × 9%, നെറ്റ് സാലറി പറയുമ്പോൾ ബേസിക് സാലറി പ്ലസ് TA പ്ലസ് DA പ്ലസ് HR മൈനസ് PF. ഇത് അറിയണതാണല്ലോ, മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇനി ഇതിലേക്ക് ഞാനൊരു സ്ലൈസർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്ലൈസർ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നെയിമും അതേപോലെ തന്നെ നെറ്റ് സാലറി മാത്രം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് സാലറി പ്രിൻറ്റ് ചെയ്ത് കണ്ട അവിടെ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു പിവറ്റ് ടേബിൾ, വീണ്ടും ഒരു പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിന്നുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു പിവറ്റ് ടേബിൾ കൊടുക്കുകയാണ്. ടേബിൾ ഓർ റേഞ്ച് ഏതാണ്? ഈ കാണുന്ന ഭാഗം തന്നെ. ശ്രദ്ധിക്കുക, ഈ കാണുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ ടേബിൾ ഓർ റേഞ്ച്. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പിവറ്റ് ടേബിൾ വന്നിട്ട് അവിടെ കണ്ടല്ലോ. മറ്റേ നമ്മളൊക്കെ കൂടി ഒന്നിലല്ലേ ചെയ്തിരുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം നെയിമും അതേപോലെ തന്നെ TA-ക്ക് വേണ്ടിയിട്ടൊരു കോളം ഞാനിവിടെ സെറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന് വേറൊരു എക്സാമ്പിളിലൂടെ ചെയ്യാം. ഇതിനൊരു പേര് കൊടുക്കുക, നെയിം ബോക്സിലൊരു പേര് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേബിൾ എന്നുള്ളൊരു പേര് കൊടുക്കും. എൻ്റർ അടിച്ചു. ഇവിടെ നിന്നിട്ട് ഞാൻ പറയുകയാണ് ഇൻസേർട്ടിലെ പിവറ്റ് ടേബിൾ. ഇവിടെ എന്ത് ചെയ്യുക, F3 അടിച്ചിട്ട് നമ്മുടെ ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പിവറ്റ് ടേബിൾ പ്രിൻറ്റ് ചെയ്ത് കണ്ട അവിടെ. ഇതിൽ ഞാൻ പറയണത് എനിക്ക് എന്ത് വേണം, നെയിമും TM എടുത്തിരുന്നു അല്ലേ, TM DM മതി എന്ന് വിചാരിക്കാം. അപ്പോൾ മൂന്ന് കോളങ്ങൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനൊക്കെ സ്ലൈസർ സെറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈസർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ കാണാം ഇൻസേർട്ട് സ്ലൈസർ എന്നൊരു ഭാഗം കാണാം. കണ്ടല്ലോ? ഇൻസേർട്ട് സ്ലൈസർ എന്നൊരു ഭാഗം കണ്ട. ഈ സ്ലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, എന്താണോ നമുക്ക് സ്ലൈസർ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നെയിമും ഒരെണ്ണത്തിലെ നെയിമും നെറ്റ് സാലറി കണ്ടല്ലോ. ഈ സ്ലൈസറിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കോളം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കാണാം മേലെ. അതിപ്പോൾ ഞാനൊരു 5 കോളം കൊടുത്തിട്ട്
ഈ കാണുന്ന സ്ലൈസറിനെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? അതേപോലെ ഇതിന് അതെ ഞാൻ മേലത്തെ കോള ഒരു 5 എണ്ണം കൊടുത്തിട്ട് അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു സ്ലൈസർ, അടുത്തൊരു സ്ലൈസറും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ, നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു എന്തെന്ന്, എനിക്ക് നെറ്റ് സാലറി അല്ലെങ്കിൽ പേര് അനുവിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി ആ ടേബിളിൽ നിന്ന്. കണ്ടല്ലോ, മനസ്സിലായ? കറക്റ്റ് അനുവിൻ്റെ ടേബിൾ മാത്രം പ്രിന്റ് ചെയ്ത് വന്നതുണ്ട് അവിടെ. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ പറയുകയാണ് അനുവിൻ്റെയും ബിബിയിലും കീർത്തിയിലും വേണം. കൺട്രോൾ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. സംഭവം മനസ്സിലായ? അതായത് അനുവിൻ്റെ വന്നു, ബിബിതേരെ വന്നു, കീർത്തിയുടെ വന്നു. 3 ആളുടെ നമ്മൾ സെലക്ഷൻ ചെയ്തപ്പോൾ 3 ആളുടെ ലിസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് കേട്ടോ. ഇനി ഇതിന് സ്ലൈസർ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ സ്ലൈസർ സെറ്റ് ചെയ്തു. ഇതിലെനിക്ക് വേണ്ടത് പേരും എന്താണ്, ടി ആണ് വേണ്ടത്. ആ സ്ലൈസർ വന്നതുണ്ട് അവിടെ. അതായത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എക്സലിൽ ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫോമൊക്കെ പോലെ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻസാണ്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ടുള്ള ടോപ്പിക്ക് ഞാൻ ഒന്നുകൂടി എടുക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ നിന്നുകൊണ്ട് കോളം നമ്പർ എത്ര കോളങ്ങളാണെന്നുണ്ടെങ്കിൽ അത്ര കോളം സെറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ കോളങ്ങൾ കുറച്ച് വലുതാക്കി ഞാനിപ്പോൾ ഇത് ഇവിടെ വെച്ചു കേട്ടോ. സ്ലൈസർ, ഈ സ്ലൈസർ ഞാനിവിടെ സെറ്റ് ചെയ്തു. കോളം 5 എണ്ണം കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കി നോക്കൂ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞു ടി എ ഇതുള്ളത് മാത്രം ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്താൽ മതി. കണ്ടല്ലോ? സോ മനസ്സിലായ? ഇതും വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്യുക. 3 എണ്ണം. സംഭവം മനസ്സിലായില്ലേ? ഇനി ഇതിലേക്ക് തന്നെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതൊക്കെ പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്ററിൻ്റെ അവിടെ കണ്ട ഒരു റെഡ് ബട്ടൺ എടുക്കുന്നുണ്ടോ അവിടെ? നിങ്ങൾ ഒരു റെഡ് ബട്ടൺ എടുക്കുന്നുണ്ടോ? ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് എടുക്കുന്നുണ്ടോ? ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യണം? അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്താൽ മതി. ഈ ബട്ടൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫിൽറ്ററും ഒരേപോലെ പ്രിന്റ് ചെയ്തുകൊണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? നമ്മളിവിടെ കൊടുക്കുന്നതിനനുസരിച്ച് എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി ഇതിനൊരു പർട്ടിക്കുലർ ചാർട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു പർട്ടിക്കുലർ ചാർട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻസെർട്ട്, ഈ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസ് എടുക്കുക. അതിൽ ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ? അതിൽ ഏത് മോഡൽ ചാർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. സംഭവം മനസ്സിലായ? ചാർട്ട് ക്രിയേഷൻ ആയത് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഈ ചാർട്ട് ഇതേപോലെ നമുക്ക് ക്രിയേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ഈ കാണുന്ന സ്ലൈസറിലൂടെ നോക്കിയേ, ഇപ്പോൾ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഇതല്ലേ, നെയിമും നെറ്റ് സാലറി അല്ലേ? ഇതിലൂടെ നമ്മൾ ടിക്ക് ചെയ്യണതിനനുസരിച്ച് മാത്രം അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചാർട്ടും പ്രിന്റ് ചെയ്യുന്നുണ്ടോ? മനസ്സിലായ? അപ്പോൾ 3 സ്ലൈസർ ആഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 3 ആളുടെ പേര് മാത്രം ചാർട്ട് അവിടെ പ്രിന്റ് ചെയ്തു വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ വെച്ചിട്ടുള്ള ഡാഷ്ബോർഡുകൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ആഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ പിവറ്റ് ടേബിളും സ്ലൈസറും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഡാഷ്ബോർഡ് ആഡ് ചെയ്യുക. ഇനി നമ്മളിവിടെ ഒരു അടുത്ത ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ചാർട്ടിൻ്റെ ഈ ടേബിളുകൾ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡാറ്റയുടെ ഉള്ളിലുള്ള സോൾവർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇത് പഠിച്ചിട്ടുണ്ടോ നമ്മൾ? സോൾവർ ചെയ്തിട്ടാണ്. ഞാനൊന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം കേട്ടോ. സോൾവർ ഒന്നുകൂടെ പറയാം. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് ഓർമ്മ വരും.
എൻ്റെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലുകളൊക്കെ തമ്മിലുള്ള ടോട്ടൽ ഈക്വൽ ടു സമ്മ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ടേബിൾ മൊത്തം കാണിച്ചു കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. ക്ലിയർ ആണല്ലോ? ഇത് ചെയ്തത് മനസ്സിലായില്ലേ? അതായത് ഈ കാണുന്ന സംഖ്യകളിലൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. ഇനി എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറയുകയാണ് ഇവിടെ എ എന്നുള്ള ഒരാൾ, ബി എന്നുള്ള ഒരാൾ, സി എന്നുള്ള ഒരാൾ, ഡി എന്നുള്ള ഒരാൾ, ഇ എന്നുള്ള ഒരാൾ, എഫ് എന്നുള്ള ഒരാൾ, ഇങ്ങനെ 6 ആൾക്കാർ നമ്മുടെ കമ്പനിയിലുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ നെയിം എന്ന് കൊടുക്കാം തൽക്കാലം. ഇവിടെ ഞാൻ മൺഡേ സൺഡേ വരെ കൊടുത്തു എന്ന് വിചാരിക്കും. എക്സാമ്പിളാണ്. ഈ കോളം വേണ്ട. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോണ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, ഒരു കുറച്ച് കണ്ടീഷൻസുകൾ കൊടുക്കാൻ പോകും. ഇവിടെ നമുക്ക് ഇതൊക്കെ കൂടിയിട്ടുള്ള ടോട്ടലാട്ടോ. ഇവിടെ ഞാൻ ഈ സെല്ലൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു കോളം കളഞ്ഞ കാരണം ഇത്രയും ഭാഗം മാത്രം തമ്മിലുള്ള ടോട്ടൽ. എനിക്ക് ടോട്ടൽ കിട്ടേണ്ടത് ഒരു 65,666. ഇതാണ് എനിക്ക് ടോട്ടൽ യൂണിറ്റ് കിട്ടേണ്ടത്. ടോട്ടൽ യൂണിറ്റ് ശ്രദ്ധിക്കുക, ഇത്ര യൂണിറ്റ് വർക്ക് ചെയ്യണം. എന്തിലൊക്കെ കൂടിയിട്ട് ശ്രദ്ധിക്കുക, എന്തിലൊക്കെ കൂടിയിട്ട് ഈ കാണുന്ന ഈ ദിവസങ്ങളിലൊക്കെ കൂടി നമുക്ക് ഇത്ര ടോട്ടൽ യൂണിറ്റ് കൂടെ പ്രിൻ്റ് ചെയ്യണം. 65,666 എന്നുള്ള ടോട്ടൽ യൂണിറ്റ് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളോട് കമ്പനി എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? കമ്പനി എന്ത് പറഞ്ഞിട്ടുണ്ട്? എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മൺഡേ ലീവാണ്. മൺഡേ ലീവാണ്. അതേപോലെ തന്നെ ഫ്രൈഡേ ലീവാണ് എന്ന് ആദ്യം തന്നെ നമ്മളോട് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ബി എന്നുള്ള ആൾക്ക് കുഴപ്പമില്ല. പിന്നെ ഇ എന്നുള്ള ഒരാൾ എന്താണ്? വെൻസ്ഡേ ലീവാണ്, അതായത് ബുധനാഴ്ച ലീവാണ്. അതേപോലെ തന്നെ ശനിയാഴ്ച ലീവാണ്, 2 ദിവസം ലീവാണ്. പിന്നെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? സൺഡേ ഫുള്ള് ലീവാണ്. സൺഡേ കമ്പനി മൊത്തം ലീവാണ്, അതായത് വർക്കൊന്നുമില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്ന് ലീവാണ്? സാറ്റർഡേ ലീവാണ്. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? സാറ്റർഡേ ലീവാണ്. അപ്പോൾ ഇത്രയും ലീവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള ദിവസം കൊണ്ട് എനിക്ക് ടോട്ടൽ എമൗണ്ട് എന്താക്കണം? ഈ 66,666 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? അതായത് ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ബ്ലാങ്ക് സെല്ലുകളൊക്കെ കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് ഞാൻ അവിടെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ എനിക്ക് 65,666 വരേണ്ടത്. പക്ഷേ അതിൽ കുറച്ച് കണ്ടീഷൻസുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കണ്ടീഷൻസാണ് കൊടുത്തിട്ടുള്ളത്? ഒന്ന്, എ എന്നുള്ള ആൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും എന്താണ്? ലീവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. തിങ്കളാഴ്ച ലീവാണ്, വെള്ളിയാഴ്ച ലീവാണ്. ഇ എന്നുള്ള കമ്പനി എന്നൊക്കെയാണ് ലീവ്? ബുധനാഴ്ച ലീവാണ്, കണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ശനിയാഴ്ച ലീവാണ്. ഓക്കെ, പിന്നെ സൺഡേ എന്നുള്ള കമ്പനി മൊത്തം ലീവാണ്. സി എന്നുള്ള കമ്പനി
സാറ്റർഡേ ലീവാണ്. ഇത്രയല്ലേ, നമ്മൾ ഇതിലൊന്നും വരാൻ പാടില്ല. ഈ റെഡ് കളറുള്ളതിലൊന്നും വരാൻ പാടില്ല. ബാക്കിയുള്ള ഈ കോളങ്ങളുണ്ടല്ലോ, എന്നാ ക്ലിയർ ആണല്ലോ? ഈ ബാക്കിയുള്ള കോളങ്ങളിലാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഈ ടോട്ടൽ എമൗണ്ട് 65,666 വരേണ്ടത്. ക്ലിയർ ആണല്ലോ? അതിനായിട്ട് നമ്മൾ എക്സലിൽ സോൾവർ എന്നുള്ള ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുക. സോൾവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനെ കൊണ്ടുവരും. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നേരെ ആദ്യം ഫയലിൽ പോയിട്ട് ഓപ്ഷൻസ് എന്നൊരു ഭാഗം കാണാം. ഫയലിൽ ഓപ്ഷൻസ്, അതിൻ്റെ ഉള്ളിൽ ആഡ് ഇൻസ് എന്നൊരു ഭാഗം കാണാം. ക്ലിയർ ആണല്ലോ? ആഡ് ഇൻസിൽ ഇവിടെ കണ്ട സോൾവർ ആഡ് ഇൻ എന്നൊരു ഭാഗം കാണാം. ഓക്കെ, സോൾവർ ആഡ് ഇന്നിൽ അടിയിൽ കാണാം എക്സൽ ആഡ് ഇൻസ് എന്നൊരു ഭാഗത്ത് ഗോ പ്രസ് ചെയ്തിട്ട് സോൾവർ ആഡ് ഇൻ കൊടുത്തതിന് ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറയാം. ഫയലിലെ ഓപ്ഷൻസിൽ തരുണ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റെക്കോർഡ് അയക്കാം കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ സോൾവർ എന്നുള്ള ഒരു ഇക്വേഷൻസ് തന്നെ ഞാൻ ഒന്നുകൂടി പറയായിരുന്നു. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ സോൾവർ? അതിന്റെ വേറെ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യായിരുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളൊരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 65,666 യൂണിറ്റ് ടോട്ടലായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. ആഴ്ചയിൽ 7 ദിവസം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള മുടക്കുള്ള ദിവസങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. മൺഡേ ഫ്രൈഡേ, എ എന്നുള്ള ആൾ മൺഡേ ഫ്രൈഡേ ലീവാണ്. ഇ എന്നുള്ള ആൾ ബുധനാഴ്ച, അതേപോലെ തന്നെ ശനിയാഴ്ച ലീവാണ്. സൺഡേ മൊത്തം ലീവാണ്. സി എന്നുള്ള ആൾ സാറ്റർഡേ മൊത്തം ലീവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഞാനൊരു റെഡ് കളർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ 65,666 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈക്വൽ ടു സം എന്ന് കൊടുത്തിട്ട് ഈ കാണുന്ന കോളങ്ങൾ കംപ്ലീറ്റ് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലാണല്ലോ നമുക്ക് 65,666 വരേണ്ടത്. അവിടെ നിന്നുകൊണ്ട് നേരെ ഡാറ്റയിൽ സോൾവർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ സോൾവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വാല്യൂ ഓഫ് എത്ര നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കമ്പനി? 65,666 അല്ലേ? ക്ലിയർ ആണല്ലോ? 65,666 ആണ് കമ്പനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ എമൗണ്ട് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബൈ ചേഞ്ചിങ് വേരിയബിൾ സെല്ല് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഏത് ഭാഗത്താണോ നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഭാഗം സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന സെല്ല്. ക്ലിയർ ആണല്ലോ? ഈ 65,666 എങ്ങനെയാണ് വരേണ്ടത്? നമുക്ക് ഈ കാണുന്ന എല്ലാ സെല്ലുകളും കൂടിയിട്ടാണ് വരേണ്ടത്, ആണല്ലോ? അങ്ങനെ കൊടുത്തിട്ട് ഞാനിതിനെ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ റെഫറൻസ് എന്നുള്ള ഭാഗം വരും. എന്നെ ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, എ എന്നുള്ള കമ്പനി മൺഡേയും ഫ്രൈഡേയും ലീവാണ് അല്ലേ? അപ്പോൾ മൺഡേ എന്നുള്ള കമ്പനി എ എന്നുള്ള കമ്പനി മൺഡേ എന്നുള്ള ഡേറ്റ് ഈക്വൽ ടു 0 ആഡ് ചെയ്ത് കൊടുത്തു. ഫ്രൈഡേ ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? അടുത്ത എന്തായിരുന്നു? ഇ എന്നുള്ള കമ്പനി ബുധനാഴ്ച ശനിയാഴ്ച ലീവാണ് അല്ലേ? ഇ എന്നുള്ള കമ്പനി. അപ്പോൾ ഈ സെല്ല് ഈക്വൽ ടു 0 ആഡ് ചെയ്തു. പിന്നെന്താണ്? ശനിയാഴ്ച അല്ലേ? ഈ സെല്ല് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ എന്താ? സൺഡേ എന്നുള്ളത് മൊത്തം ലീവാണ് കമ്പനി. അപ്പോൾ അത് മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഞാനിവിടെ 0 എന്നുള്ള കമാൻഡ് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ സി എന്നുള്ള കമ്പനി ശനിയാഴ്ച ലീവാണ്, 0. ഇത്രയും കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കംപ്ലീറ്റ് കണ്ടീഷൻസ് അവിടെ പ്രിന്റ് ചെയ്ത് തരണ്ട. നിങ്ങൾ ഡൗട്ടില്ലല്ലോ? ഈ കണ്ടീഷൻസ് കംപ്ലീറ്റ് പ്രിന്റ് ചെയ്ത് തരണ്ട.
ക്ലിയർ ആണല്ലോ തരുണേ? ആ സാർ അതെ. അന്നയ്ക്കും ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കമ്പനിയോട് പറയാണ് സോൾവ് ചെയ്യാൻ പറയാണ്. കമ്പനിയോട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പറയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി സോൾവ് ചെയ്തതുണ്ടോ ആൻസർ? കമ്പനി ടോട്ടല് സോൾവ് ചെയ്തതുണ്ടോ? ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കൊടുത്ത ഭാഗങ്ങളിലൊക്കെ 0 പ്രിൻ്റ് ചെയ്തു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എത്ര പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് കമ്പനി തന്നെ നേരിട്ട് പറഞ്ഞത് കണ്ടോ? ക്ലിയർ ആണല്ലോ? അതെ സാർ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതാണ് സോൾവർ എന്നുള്ള ഒരു ഇക്വേഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ തരുണേ, ഞങ്ങൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നത് ഒരു ഡാഷ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനാണ്. എക്സലിൽ ഡാഷ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് ഒന്നുകൂടെ പറയാം. ഞാനിവിടെ ശ്രദ്ധിക്കട്ടോ, അന്ന ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ തരുണിന് വേണ്ടി പറയുന്നേ. ഞാനിവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ബേസിക് സാലറിയുടെ ഒരു സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെയിം ബേസിക് സാലറി, TA, DA, HR, PF, നെറ്റ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിനെ ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്, എല്ലാവരും ശ്രദ്ധിക്കട്ടോ, ഇതിനെ ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്, ഞാൻ നേരെ ഇൻസേർട്ടിൽ ആദ്യം ഇതിനെ പേര് കൊടുക്കാൻ പോവുകയാണ്. ഈ ടേബിളിനെ ഞാൻ മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു. നെയിം ബോക്സിൽ മൈ ടേബിൾ എന്നുള്ള പേര് ഞാൻ കൊടുത്തുട്ടാണ്. തരുണ് ശ്രദ്ധിക്കുക, മൈ ടേബിൾ എന്നുള്ള ഇത് ഞാനിവിടെ എൻ്റർ അടിച്ചു കൊടുത്തു. ഇനി പുതിയൊരു ഷീറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ, നമ്മുടെ പിവോട്ട് ടേബിൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ടേബിളിന് പകരം നിങ്ങൾ F3 അടിച്ചിട്ട് നോക്കൂ. ക്ലിയർ ആണല്ലോ? മൈ ടേബിൾ എന്നുള്ള ഭാഗം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിവോട്ട് ടേബിൾ ആക്റ്റീവായി വന്നു. കണ്ടല്ലോ? ഇതിൽ എനിക്കിപ്പോൾ നെയിമും ബേസിക് സാലറി മാത്രം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ പിവോട്ട് ടേബിളിൽ നെയിമും ബേസിക് സാലറി മാത്രം പ്രിൻ്റ് ചെയ്തു. ഇനി തൊട്ടടുത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ പിവോട്ട് ടേബിൾ പ്രസ് ചെയ്യാണ്. ടേബിളിൻ്റെ അവിടെ F3 അടിച്ചിട്ട് ഞാൻ വീണ്ടും നമ്മുടെ മൈ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് രണ്ടാമത്തെ പിവോട്ട് ടേബിളാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ എന്ത് പറഞ്ഞു? നെയിമും TA മാത്രം ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിച്ചു. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ വീണ്ടും ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ പിവോട്ട് ടേബിൾ, ഇവിടെ ഞാൻ F3 അടിച്ചു, നമ്മുടെ ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ പറഞ്ഞു. ഇവിടെ ഞാൻ ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെയിമും DA ഞാൻ പ്രിൻ്റ് ചെയ്തു. ഇപ്പോൾ തൽക്കാലം 3 ഞാൻ പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടേബിൾ വഴി ഇൻസേർട്ട് ചെയ്യാം. ഇനി ഞാൻ പറയാൻ വരുന്നത്, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് സ്ലൈസർ ആഡ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഫിൽറ്ററിങ്, മറ്റേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഫിൽറ്റർ ചെയ്യല്ലേ ചെയ്തിരുന്നത്. ഇതല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫിൽറ്റർ ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കാം. അതിന് എക്സാമ്പിളായിട്ട് നമ്മുടെ പിവോട്ട് ടേബിളിൽ നിന്ന് കഴിഞ്ഞാൽ ഇൻസേർട്ട് സ്ലൈസർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. പിവോട്ട് ടേബിളിൻ്റെ ടൂൾസിൽ തന്നെ സ്ലൈസർ ഫിൽറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തേൽ എനിക്ക് നെയിമും ബേസിക് സാലറി മാത്രം മതി എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? സ്ലൈസർ ഇൻസേർട്ട് ആയതുകൊണ്ടോ നിങ്ങൾ ഈ സ്ലൈസർ എനിക്ക് ചെറുതാക്കി വെക്കണം എന്ന് വിചാരിക്കാം. അതായത് ഇവിടെ നേരെ വെക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? സ്ലൈസറുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോളം, ഇപ്പോൾ ഒരു കോളാണ് എടുക്കുന്നത്, അത് ഞാൻ നേരെ ഒരു 5 കോളാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സ്ലൈസർ ഓട്ടോമാറ്റിക്കായിട്ട് 5 കോളായിട്ട് വന്നുകൊണ്ടാണ്. നമുക്ക് ഈ ഭാഗം ഒരു സ്വല്പം ഇറക്കി വെക്കാം, അല്ലെങ്കിൽ താഴ്ത്ത് വെക്കണമെങ്കിൽ താഴ്ത്ത് വെക്കാം. ഓക്കെ. അതേപോലെ തന്നെ ബേസിക് സാലറി ഇതേപോലെ തന്നെ ഞാൻ ഈ കാണുന്ന ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തു, ഓപ്ഷൻസ് എടുത്തു, കോളം എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഒരു 5 കൊടുത്തു. ഇതേപോലെ തന്നെ കോളം ഒന്ന് ചെറുതാക്കി, കണ്ട ഈ കോളത്തിൽ ഞാൻ അടുത്ത സ്ലൈസറിലേക്ക് സെറ്റ് ചെയ്തു വിചാരിക്കാം. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ടേബിളാണ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ടേബിളാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ, ഇതിങ്ങനെ ആ മാറ്ററിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ആൻസർ, ഇതിലുള്ള ആൻസർ പ്രിൻ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. നമ്മൾ കൊടുക്കുന്ന സ്ലൈസറിലുള്ള ആൻസർ മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് അനു
മാത്രം മതി എന്നുണ്ടെങ്കിൽ കണ്ട നമ്മുടെ ആ ടേബിളിൽ അനു മാത്രം പ്രിന്റ് ചെയ്ത് കണ്ട നിങ്ങൾ മനസ്സിലായ? അതേപോലെ തന്നെ കൺട്രോൾ അമർത്തി പിടിച്ചപ്പോൾ മനു, മോഹൻ, കിരൺ. ക്ലിയർ ആണല്ലോ? സംഭവം മനസ്സിലായ? മറ്റേ നമ്മൾ ഫിൽട്ടർ ചെയ്യണതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്ന് ഫിൽട്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതല്ല, സ്ലൈസർ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ട് വരും. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിനൊരു ചാർട്ട് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. സ്ലൈസർ ടൂളിൽ തന്നെ ഇതിമേ നിന്നിട്ട് പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ നിന്നുകൊണ്ട് നേരെ എന്ത് ചെയ്യാണ്, ഇവിടെ പിവറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്കിപ്പോൾ എനിക്ക് പൈ ചാർട്ടാണ് വരേണ്ടതെന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? ഈ പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൈ ചാർട്ട് പ്രിന്റ് ചെയ്ത് തണ്ട അവിടെ. ഓക്കെ, ഇങ്ങനെയാണ് ഡാഷ് ബോർഡുകൾ ഉണ്ടാക്കുക കേട്ടോ. നമ്മുടെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഡാഷ് ബോർഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത സ്ലൈസറും പിവറ്റ് ടേബിളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയണെന്തെന്ന്, എനിക്ക് അനുവിൻ്റെയും മാത്രം കണ്ടാൽ മതി. കണ്ട, നമ്മുടെ ചാർട്ട് പ്രിൻ്റായി, ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോർമാറ്റ് പ്രിൻ്റ് ആയത് കണ്ട സംഭവം മനസ്സിലായി? അപ്പോൾ 3 ഡാറ്റ ഫിൽറ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ലൈസറിൽ 3 ചാർട്ട് പ്രിൻ്റ് ചെയ്തത് കണ്ട നിങ്ങൾ. പിന്നെ ഇത് എക്സൽ ഷീറ്റിൽ നമുക്ക് ലൈനുകൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗ്രിഡ് ഓഫ് ആക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, ഡാഷ് ബോർഡുകളൊക്കെ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ, ഇതിൻ്റെ വേറൊരു ഫുള്ളായിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സ്ലൈസർ, അതായത് ഒരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യണത് കാണിക്കുന്നുണ്ട്. നമ്മളൊരു കമ്പനിയുടെ ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യണത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ലൈസറുകളും ബാക്ക്ഗ്രൗണ്ടുകളും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ സ്ലൈസറിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇത് ഭാഗം മനസ്സിലായില്ലേ? ഡാറ്റ എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ സോൾവർ എന്നുള്ള ഭാഗം മനസ്സിലായില്ലേ? ഈ അനലൈസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഈ കാണുന്ന പിവറ്റ് ടേബിളും അതിൻ്റെ സ്ലൈസറും അതിൻ്റെ ചാർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് ഞാനൊരു ഫൈനലായിട്ടുള്ളൊരു വർക്ക് എന്തായാലും ഞാൻ കാണിക്കും കേട്ടോ. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ഞാനത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെറ്റ് ചെയ്ത് ഫൈനലായി കഴിഞ്ഞാൽ നമ്മൾ സ്ലൈസറും ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് മെയിൽ അയക്കുമ്പോൾ നമ്മൾ നമ്മുടെ എക്സലിൻ്റെ സിലബസ്, അതായത് ഹെഡ് ഓഫീസ് തന്നിട്ടുള്ള സിലബസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഭാഗം എടുക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോക്കിയിട്ട് കൺഫേം ആക്കണം. കാരണം വെച്ചാൽ കുറേ ബാച്ചുകളുള്ള കാരണം ഇനി ഏതെങ്കിലും ഭാഗം വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. ഞാനിത് അയച്ചു തരാം, ഒരു വേർഡിൻ്റെ ഫയലാണ്. അപ്പോൾ ചാർട്ടുകൾ, അതേപോലെ തന്നെ ബേസിക് സ്പ്രെഡ്ഷീറ്റിൻ്റെ കൺസെപ്റ്റുകൾ, ഷോർട്ട് കട്ട് കീകൾ ഞാൻ ഒരു ദിവസം അയച്ചു തരും കേട്ടോ. ഷോർട്ട് കട്ട് കീസുകൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അയച്ചു തരാം. ഫോർമുല ഉണ്ടാക്കുന്നത്, ഫോർമുല ഓഡിറ്റ് ചെയ്യണത്, പേര് കൊടുക്കുന്നത്, ഇവിടെ അബ്സല്യൂട്ട്, മിക്സർ, അതായത് ഇഫിൻ്റെ കണ്ടീഷൻസുകൾ, ഡോളറിൻ്റെ കണ്ടീഷൻസുകൾ, ഇതൊക്കെ നമ്മൾ അയക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഭാഗം എടുക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഭാഗം കാണാം നിങ്ങൾക്ക്. ഡാഷ് ബോർഡ് എന്നിട്ടൊരു ഭാഗമുണ്ട്. ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡാഷ് ബോർഡിൻ്റെ വർക്കുകൾ. അതിൽ ഞാൻ ഫുള്ളായിട്ടുള്ള വർക്ക് നമ്മൾ അവസാനത്തെ ദിവസം കാണിക്കും. ഒരു കമ്പനി ബേസ് ചെയ്തിട്ടുള്ള വർക്ക് കാണിക്കും. ബാക്കി ഏതെങ്കിലും ഫങ്ഷൻസ് എടുക്കാത്തതുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇഫ്, ആൻഡ്, ഓർ, സം ഇഫ്, കൗണ്ട് ഇഫ്, ആവറേജ് ഇഫ്സ്, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കണ്ടീഷൻസുകളിൽ മാക്രോ, ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഏതെങ്കിലും എടുക്കാത്ത ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും കേട്ടോ. തരുണേ, എടുക്കാത്ത ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ്, ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഡാഷ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പം തന്നെ നിങ്ങൾ ഇതിലുള്ള ഏതെങ്കിലും എടുക്കാത്ത ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം. നമ്മൾ കൂടുതലെടുത്തത് പറയണ്ട, ആ സിലബസിൽ ഏതെങ്കിലും ഭാഗം വിട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം എന്താ അറിയോ, ഒരു 6 ബാച്ച് ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം ആർക്കെങ്കിലും ഇനി ഏതെങ്കിലും ഭാഗം എടുക്കാത്തത് വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സിലബസ് അയക്കുന്നത്. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എന്താണ് ചെയ്യാം, ഇന്ന് ബുധനാഴ്ചയല്ലേ? ഓക്കെ, ഇന്ന് ബുധനാഴ്ചയല്ലേ? വെള്ളിയാഴ്ച നമ്മുടെ ഈ ഡാഷ് ബോർഡിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് നെക്സ്റ്റ് മൺഡേ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം വയ്ക്കാം
കേട്ടോ. അപ്പോൾ ഓക്കെ. ഒരു 3 ക്ലാസ്സും കൂടി ഉണ്ടാവുള്ളൂ. ഒന്ന് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി വെള്ളിയാഴ്ച നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, തിങ്കളാഴ്ച നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വെള്ളിയാഴ്ച തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച തന്നെ ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൺഡേ എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച എക്സാം ഉണ്ടാവും. ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയായിട്ട് എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. എക്സാം അത്ര വലിയ ടഫുള്ള എക്സാം ഒന്നും അല്ല കേട്ടോ. ഇത്രയും നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ എക്സാമിൻ്റെ ഒരു ഷോർട്ട് കട്ടുകൾ, അതായത് എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരാം പേഴ്സണലായിട്ട്. മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ തരുണേ? തരും. ഓക്കെ. അപ്പോൾ ഈ സിലബസ് ഒന്ന് നോക്കണം കേട്ടോ. സിലബസ് ഒന്ന് നോക്കണം. പിന്നെ നിങ്ങൾ ഷോർട്ട് കട്ട് കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അയക്കാൻ പോകുന്ന ഷോർട്ട് കട്ട് കീസ് കുറച്ച് കൂടുതലുള്ളതാണ്. പക്ഷേ നിങ്ങളത് ഫുള്ള് ഷോർട്ട് കട്ടുകളൊന്നും പഠിക്കണ്ട. എക്സലിൽ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ടേ എക്സലിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഷോർട്ട് കട്ടുകൾ, ഷോർട്ട് കട്ട് കീസ് ഇൻ എക്സലിൽ കേട്ടോ. ഇത് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. സംഭവം മനസ്സിലായല്ലോ? ഈ കുറച്ച് ഷോർട്ട് കട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 10-30 ഈ ഷോർട്ട് കട്ടുകൾ പഠിച്ചാൽ മതി. 30 യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളൊക്കെ, അത് എക്സലിൻ്റെ ഡോളറിൻ്റെ കൺസെപ്റ്റുകൾ, FN കൺസെപ്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കാം. ഞാൻ എന്തായാലും മെയിൽ അയച്ചു തരാം കേട്ടോ. ഇനി ഇതിൽ ഇപ്പോൾ തന്നെ തരുണ് നോക്കാൻ പറ്റുമോ ഇതിൽ ഏതെങ്കിലും ടോപ്പിക് എടുക്കാത്തത് ഉണ്ടെന്നുള്ളത്? നമ്മൾ പ്രിൻ്റ് ചെയ്യണ ഭാഗം ഞാൻ പറഞ്ഞതാണല്ലോ. എക്സലിൽ നമ്മൾ നേരെ Ctrl+P എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരെ പ്രിൻറ്റിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ? പേപ്പർ സൈസ് അതേപോലെ തന്നെ എത്ര കോപ്പി വേണം, നമ്മുടെ പ്രിൻ്റർ അതായത് എത്ര എണ്ണം വേണം എന്നുള്ളത് കൊടുത്ത് നേരെ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കൊടുക്കുക കേട്ടോ. പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അതിൻ്റെ നേരെ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. അതാണ് പ്രിൻ്റ് എന്നുള്ള കൺസെപ്റ്റോടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പേജിൻ്റെ സെറ്റിങ്സ് നമ്മൾ പഠിച്ചതാണല്ലോ. പേജ് ലേഔട്ടിൻ്റെ ഉള്ളിൽ പേപ്പറിൻ്റെ സൈസ്, മാർജിന്, ഓറിയൻറ്റേഷൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാനിതിപ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് പറയുന്നില്ല. ഇനി ഏതെങ്കിലും എടുക്കാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നിങ്ങളുടെ സിലബസിൽ അവർ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചില്ലല്ലോ. ഇഫ്, മൾട്ടിപ്പിൾ ഇഫ്, ആൻഡ്, ഓർ, സമ്മിഫസ് ഒക്കെ പഠിച്ചില്ലല്ലേ. കൗണ്ട് ഇഫസ്, ആവറേജ്, ഇഫിൻ്റെ ഫങ്ഷൻസ്, ടെക്സ്റ്റിൻ്റെ ഫങ്ഷൻസ്, നമ്മൾ ഡേറ്റ് ഒക്കെ കൺവേർട്ട് ചെയ്ത് തരുന്നില്ലേ, ഡേറ്റ്, ടൈം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ കാണുന്ന ഡാഷ്ബോർഡ് ഫുള്ളായിട്ടൊരു കമ്പനിയുടെ ഡാഷ്ബോർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിക്കാം. അതിനുശേഷം തിങ്കളാഴ്ച ഇങ്ങനെയായിട്ട് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ അന്ന ക്ലിയർ ആണല്ലോ? ഞാൻ സിലബസ് അയച്ചു തരാം. ഇന്ന് നമ്മൾ അയക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കും സിലബസും കൂടി അയച്ചു തരാം. അപ്പോൾ അതിലേതെങ്കിലും ഭാഗം കവർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ അനന്തു ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ സിലബസിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് വർക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ചോദിക്കില്ല. പക്ഷേ ഇതിലുള്ള സിലബസിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. തരുണേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് വെള്ളിയാഴ്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡാഷ്ബോർഡ് പറയും. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച എക്സാം വെക്കാൻ പറ്റുവാണെങ്കിൽ തിങ്കളാഴ്ച വെക്കാം, അല്ലെങ്കിൽ ബുധനാഴ്ച കേട്ടോ. തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മുടെ എക്സാം വെക്കാം കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഗ്രൂപ്പിലല്ലെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും എക്സൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചോദിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം ഞാൻ അയച്ചു തരാം തരുണേ. നമുക്ക് വെള്ളിയാഴ്ച അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇന്ന് നിർത്തുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ടോപ്പിക് ഒരു ഇതൊക്കെ കവറായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഇല്ലാത്തത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ഞാൻ ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇതൊക്കെ നമ്മുടെ ടോപ്പിക്ക് കവറായതാണ്. ഈ ഡാഷ്ബോർഡ്
ഒരു കമ്പനി ബേസ് ചെയ്തിട്ടുള്ളൊരു ഡാഷ്ബോർഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണിക്കും കേട്ടാ അന്ന. അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ ഒരു വലിയ വർക്കാണ്, അതുകൊണ്ട് അതിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിനനുസരിച്ചുള്ള ഒരു എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചു തരുണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞത് മറക്കരുത്, സിലബസിൽ ഏതെങ്കിലും ടോപ്പിക്ക് എടുക്കാം.